പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് വൻ തിരിച്ചടി എന്ന വാർത്ത നമ്മളെ അമ്പരപ്പിക്കുന്നു. ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾ അമേരിക്കൻ സേന ആക്രമിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ സിംഗപ്പൂർ പതാകയുള്ള കപ്പൽ ഇറാൻ ആക്രമിച്ചതിന് കൊടുത്ത മറുപടിയാണ് ഈ അമേരിക്കയുടെ ആക്രമണം. തിരിച്ചടിക്കുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് പ്രതീക്ഷിച്ചതോടെ വീണ്ടും പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് ബോധം കെടുന്നു. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്ന് വീണ്ടും ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഒരു 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 3 മാസത്തേക്ക് ഒരു കരാർ ഒപ്പിട്ടു എന്നുള്ള വാർത്തയൊക്കെ വന്നപ്പോൾ നമ്മളൊക്കെ കേരളത്തിലിരുന്ന് നമ്മുടെ കോതമംഗലത്തിരുന്ന് സാധാരണ ഒരു വീട്ടമ്മ പോലും സന്തോഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴായത്. ഗുഡ് മോർണിംഗ് അഗൈൻ. എസ് കെൻ പറഞ്ഞതുപോലെ വലിയ ആശങ്കയോടുകൂടിയായിരുന്നു ഈ കരാർ ഒപ്പിട്ടത്. പക്ഷേ നമുക്ക് അത്ര പ്രതീക്ഷയില്ലാത്തൊരു കരാറുമായിരുന്നു. ഇപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഒരു ആക്രമണം നടത്തിയിരുന്നു. അതിന് തിരിച്ചടിയായിട്ടാണ് വെള്ളിയാഴ്ച യുഎസിന്റെ സൈന്യം ഇറാനിൽ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ദുർബലമായ ഒരു വെടിനിർത്തൽ കരാറെന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു ഇതായിരുന്നു ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഒരു വിഡിത്തം നിറഞ്ഞ ഒരു കരാർ ലംഘനമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് പറഞ്ഞത്. ട്രംപ് പറഞ്ഞ് അല്പനിമിഷങ്ങൾക്ക് ശേഷമായിരുന്നു അമേരിക്കയുടെ സൈനിക നടപടി. ഈ വ്യാഴാഴ്ച ഒരു സിംഗപ്പൂർ വാണിജ്യ കപ്പലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിനുള്ള ശക്തമായ മറുപടിയാണ് ഇപ്പോൾ നൽകിയതെന്നാണ് US സെൻട്രൽ കോം ഈ വ്യോമാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനയിൽ പറയുന്നത്. ഇറാനിലെ മിസൈൽ, അതുപോലെ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങളും തീരദേശ റഡാർ സ്റ്റേഷനുകളുമാണ് ലക്ഷ്യമിട്ടതെന്നാണ് US സൈന്യം പറയുന്നത്. അമേരിക്കയുടെ പുതിയ വ്യോമാക്രമണങ്ങളിൽ ഇറാനിൽ എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പോൾ അറിവായിട്ടില്ല. വരും മണിക്കൂറിൽ ഒരുപക്ഷെ അറിയാൻ പറ്റും. എസ്കൻ, ഇത് ഏതാണ്ട് ഒരു 90 മിനിറ്റോളം നീണ്ട വ്യോമാക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ കോഷം ദ്വീപിലും അതുപോലെ 4 പ്രധാന ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങളുമാണ് അമേരിക്കയുടെ പോർ വിമാനങ്ങൾ ആക്രമണം നടത്തിയത്. എസ്കൻ, അതേസമയം ഈ അമേരിക്കയുമായി സഹകരിക്കരുതെന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഈ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയും തമ്മിലുള്ള ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വാഷിംഗ്ടണിൽ ഇസ്രയേലും ലെബനനും തമ്മിൽ ഇന്നൊരു കരാർ ഒപ്പുവെച്ചു. അതൊരു നല്ല വാർത്തയാണ്. ഈ കരാർ പ്രകാരം തെക്കൻ ലെബനനിലെ 2 പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിൻവാങ്ങാമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രദേശങ്ങളുടെ നിയന്ത്രണം ലെബനീസ് സൈന്യത്തിന് വിട്ടുകൊടുക്കാനും ധാരണയായിട്ടുണ്ട്. എസ്. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. എന്തായാലും അമേരിക്കയ്ക്ക്, എസ്പെഷ്യലി ട്രംപിന് ഈ ഒരു യുദ്ധമായിട്ട് മുന്നോട്ട് പോകാൻ അമേരിക്കൻ പാർലമെന്റായ അമേരിക്കൻ കോൺഗ്രസ് അനുവദിക്കില്ല. എന്നാൽ പോലും ഇത് വീണ്ടും നമ്മുടെ സമാധാനം കെടുത്തുന്നു. ഗൾഫ് നാടുകളിലൊക്കെ തന്നെ അശാന്തി പടരാൻ ഇത് കാരണമാകും എന്നുകൂടി നമ്മൾ തിരിച്ചറിയുന്നു.